യൂട്യൂബ് സി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, യൂട്യൂബ് സി മീഡിയയുടെ ബിഗ് ബോസ് ടോക്കാണ്. നമ്മൾ തുടർച്ചയായിട്ട് വീഡിയോ ഓരോ ദിവസങ്ങളിൽ ഇടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ താഴെ കുറച്ച് കൂടുതലായിട്ട് വരുന്ന ഒരു കമൻ്റാണ്. അതായത് നമുക്ക് ശ്രീജുൻ അങ്ങനെയല്ലേ, അതായത് ശ്രീധു ആൻഡ് അർജുൻ കോംബോ ഭയങ്കര ഇഷ്ടമാണ്, ശ്രീധുവിനെ ഭയങ്കര ഇഷ്ടമാണ്, അർജുനെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശ്രീധു, അർജുൻ ഇവർ ഭയങ്കര സേഫ് ഗെയിമേഴ്സ് ആണെന്നും ഇവരെ നിങ്ങൾ എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടതെന്നും പിന്നെ നിങ്ങൾ ബിഗ് ബോസ് സീസൺ 6 അധികം കണ്ടിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട താരങ്ങൾ അവരാവുന്നു എന്നും ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഓക്കെ, പിന്നെ കൂടുതലായിട്ടും നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ അർജുൻ അത്ര ഭയങ്കര ഇഷ്ടപ്പെട്ടത്, ഇത്രയും ഈ സീസണിൽ, അതായത് മൊത്തം സീസണിൽ ഇത്രയും സേഫ് ഗെയിം കളിച്ച ഒരു ആളില്ലല്ലോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചു കണ്ടു. അപ്പോൾ ഇതിനെതിരെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ നമ്മൾ അറിയുന്ന ഒരാളുണ്ട്, നിഷി ചേച്ചി, ആള് ഒരു വോയിസ് ഇട്ടുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് ആളുടെ അഭ്യർത്ഥനയായിരുന്നു. പക്ഷെ ഞങ്ങൾ അത് തന്നെ റിയാക്ഷൻ ചെയ്യാൻ പോവാണ്. വോയിസ് ആൾക്ക് എന്താ പറയാനുള്ളത് എന്നുള്ളതും കേൾക്കും, പിന്നെ നമുക്ക് എന്താ പറയാനുള്ളത് നമ്മൾ പറയും. അതിന് മുൻപ് മറ്റേ ആ ചോദ്യം ഉണ്ടല്ലോ, അതായത് ബിഗ് ബോസ് സീസൺ 6 കാണാതെ നിങ്ങൾ എങ്ങനെ ഇഷ്ടപ്പെട്ടവരെയും ഇഷ്ടപ്പെടാത്തതും അല്ലെങ്കിൽ ബിഗ് ബോസ് സീസൺ മോശമാണെന്ന് നിങ്ങൾ പറയുന്നു എന്നൊരു ചോദ്യമുണ്ട്. അതെന്താ അഭിപ്രായം? അതിനകത്ത് ഇത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പകുതി നിർത്തിയത് തന്നെയാണ്, പകുതി കാണാതെ നിർത്തിയതാണ്. പിന്നീട് നമുക്ക് വരുന്ന കുറെ ഈ കട്ടിങ്സ് ഉണ്ടല്ലോ, ചെറിയ ചെറിയ വീഡിയോസ്, അതിലൊക്കെ അങ്ങനെ കണ്ടിട്ടുള്ള വീഡിയോസിലൊക്കെ നമുക്ക് കുറച്ച് ഈ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെക്കാട്ടിലും കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നിയത് ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഒരു കാര്യം ചോദിക്കട്ടെ, അതായത് ഇപ്പോൾ 6 സീസണാണ് കഴിഞ്ഞത്, ഏതെങ്കിലും ഒരു സീസൺ ഫുള്ള് കണ്ടിരുന്ന ആരെങ്കിലും ഉണ്ടോ? ആരും ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ്. ഇനി മറ്റൊന്ന്, അതായത് നിങ്ങൾ ഫുള്ള് കണ്ടിട്ടല്ല നിങ്ങളും നിങ്ങളുടെ ഇഷ്ടതാരങ്ങളെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത താരങ്ങളെ തിരഞ്ഞെടുത്തുള്ളത്. ഓക്കെ, അടുത്തത്, അതായത് ഈ ഒരു ഗെയിമർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ നമുക്കൊരു വ്യക്തി എന്നുള്ള രീതിയിൽ വ്യക്തികളോട് ഒരു പ്രത്യേക താല്പര്യം തോന്നും ചില സമയങ്ങളിൽ. ആ രീതിയിൽ വ്യക്തികളോട് തോന്നിയ ഇഷ്ടമാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല അർജുനും ശ്രീതും എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടം അവർക്ക് കുറച്ച് ക്വാളിറ്റി ഫീൽ ചെയ്തിട്ടുണ്ട്. നിലവാരം കുറച്ചെങ്കിലും ഉണ്ടായിരുന്നത് അവർക്കായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഈ പറയുന്നത് പോലെ തന്നെ ഇത് ഫുള്ളായിട്ട് ഇരുന്ന് കാണുമായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇവരൊന്നും ആയിരിക്കില്ല. അതതിന് ഫുള്ളായിട്ട് കാണാനുള്ള ഒരു മനഃശക്തി നമുക്കും കൂടി വേണ്ടായിരുന്നു. നമ്മൾ ഫുള്ള് കണ്ടിരുന്നെങ്കിൽ നമ്മുടെ ഇഷ്ടതാരങ്ങൾ ചിലപ്പോൾ മാറിയേക്കാം, അത് സ്വാഭാവിക. ഇപ്പൊ ഇതിനകത്ത് ആരാണ് ഇവിടെ സേഫ് ഗെയിം കളിക്കാതിരുന്നിട്ടുള്ളത്? സീസൺ വിൻ ചെയ്ത ജിൻഡോ സേഫ് ഗെയിം കളിച്ചിട്ടില്ലേ? സേഫ് ഗെയിം മാത്രമല്ല, ആളുടെ അതായത് എന്നുള്ള മെയിൻ സാധനങ്ങളുണ്ട്. സ്ട്രാറ്റജി, ഒന്ന് ഒറ്റപ്പെടൽ, പിന്നെ സെന്റിമെന്റ്സ്, പൊട്ടനാണെന്ന് കാണിക്കൽ, അതായത് പൊട്ടനാണ് അതുകൊണ്ട് മറ്റുള്ളവരൊക്കെ ഒഴിവാക്കപ്പെടുന്നു, തഴയപ്പെടുന്നു എന്നുള്ള രീതിയിൽ ആ ഒരു സെന്റിമെന്റ്സ് ഒക്കെ പിടിച്ചിട്ടങ്ങ് സാധാരണക്കാരുടെ ആള് എന്നുള്ള രീതിയിൽ എന്തൊക്കെ ഇറക്കാൻ പറ്റും അതൊക്കെ ഇറക്കിയിട്ടുള്ള ആളാണ് ജിൻഡോ. പിന്നെ അതുപോലെ തന്നെ ഇതുവരെയുള്ള സീസണിൽ എല്ലാവരും സേഫ് ഗെയിം കളിച്ചിട്ടുണ്ട്. എത്രയോ പേര് സേഫ് ഗെയിം കളിച്ചിട്ട് ഫൈനൽ 5 വരെ എത്തിയിട്ടുണ്ട്. അതിലും വലുതൊന്നും അല്ല ഇപ്പൊ. പിന്നെ സേഫ് ഗെയിം കളിക്കാൻ നോക്കിയിട്ട് സേഫ് ഗെയിം ആവാതെ പരാജയപ്പെട്ട് മുന്നേ പോകുന്നവരുണ്ട്. അതൊരു കഴിവാണ് കേട്ടോ. നമുക്കത് ഇഷ്ടമാണോ അല്ലേ എന്നുള്ളതാണ് ചർച്ചയ്ക്ക് വെക്കേണ്ടത്, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എന്തായാലും നിഷി ചേച്ചി പറയുന്ന ഒരു വോയിസ് ഉണ്ട്, അതൊന്ന് കേൾക്കാം. ചിലര് ബിഗ് ബോസേ കാണാത്തവരുണ്ട്. പിന്നെ എത്രയോ ബിഗ് ബോസ് കാണാതെ വെറും റിവ്യൂവും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വരുന്ന ക്ലിപ്സുകൾ അല്ലെങ്കിൽ ചില പോസ്റ്റുകൾ ഇതൊക്കെ കണ്ടിട്ട് ബിഗ് ബോസിന് അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. പിന്നെ ഇഷ്ടം പോലെ അവരറിയുന്നതൊക്കെ ഇങ്ങനെയുള്ള മറ്റു പലരും ഇൻഫ്ലുവൻസേഴ്സ് പറയുന്നതിലൂടെ. എത്രയോ പേര് എനിക്ക് തോന്നുന്നു സീസൺ 4 ശേഷം വെറും റിവ്യൂവും ഈ കട്ടിങ്സും മാത്രം കാണുന്ന ആൾക്കാരുണ്ട്. അല്ലാതെ ഇത് മൊത്തം ഇരുന്ന് കാണുന്ന ആൾക്കാരൊന്നും അല്ല. അത് മൊത്തം ഇരുന്ന് കണ്ട് എല്ലാം കണ്ടിരുന്നിട്ട് തന്നെ നമുക്ക് ഓരോരുത്തർ ഇഷ്ടപ്പെടാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമില്ല. കാരണം ആർക്കും അത് പറ്റാറില്ല, അത് വേറെ കാര്യം. അതാണ് ബിഗ് ബോസിന്റെ രീതി. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നിഷി ചേച്ചി എന്ത് പറയുന്നു നോക്കാം. ഓക്കെ, എനിക്ക് ഈ ആൾക്കാരുടെ കമൻസ് ഒക്കെ വായിച്ചപ്പോൾ ഒരു ഡൗട്ട്.
മണിക്കൂട്ടനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. എൻ്റെയൊക്കെ ഫേവറേറ്റ് ആയിരുന്നു മണിക്കൂട്ടൻ. ഡിംപിളിനെ ആരും പറഞ്ഞു കാണുന്നില്ല. ഡിംപിളും അതിനകത്ത് ശരിക്കും സൂപ്പറായിരുന്നു. അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നീട് ഉണ്ടായതൊക്കെ പുറത്തിറങ്ങിയിട്ട് രണ്ട് വഴിക്ക് പോയത് ഓക്കെ, പക്ഷെ അതിനകത്ത് അവർ ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നില്ല. ഈവൺ ഇപ്പം ദിൽഷയും റോബിനും അങ്ങനെയായിരുന്നല്ലോ. അപ്പം ഡിംപിളിനെ ആരും പറഞ്ഞു കാണുന്നില്ല, അത് വന്നു. പക്ഷെ എനിക്ക് അത്ഭുതം എന്താ അറിയോ, മണിക്കുട്ടനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. പിന്നെ എന്തുകൊണ്ട് ആൾക്കാർക്ക് അർജുനെ ഇഷ്ടപ്പെടാൻ പറ്റണില്ല? ഇപ്പോഴും അർജുൻ വാഴ അല്ലെ അർജുൻ ഫേക്ക് പ്ലെയർ, ഫേക്ക് ലവർ എന്നൊക്കെ പറഞ്ഞു, അല്ലെ ഫേക്ക് ലവ് ആയിരുന്നു അവരുടെ എന്നൊക്കെ പറയണു. അവര് തമ്മിൽ ഫേക്ക് ലവ് എന്ന് പറയാൻ വേണ്ടി അവരതിനകത്ത് ലവേഴ്സായിട്ടൊന്നും നടന്നിട്ടില്ല. അവര് തമ്മിൽ അങ്ങനെ ലവ് ഉണ്ടെന്ന് നമ്മൾ ജനങ്ങൾ പുറത്തിരുന്ന് അങ്ങനെ ആക്കിയെടുത്തതാണ് ആ കോംബോ. അവർ തമ്മിൽ ലവേഴ്സായിട്ട് അവർ ഡിക്ലെയർ ചെയ്തിട്ടില്ല. അത് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു അവർ തമ്മിൽ. അത് അവരിപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുമല്ല പല ചാനലുകളിലും പല പ്രോഗ്രാമിനും അവർ രണ്ടുപേരും പെയറായിട്ടുള്ള ഡാൻസും ഒക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും തുടരുന്നോണ്ടാണല്ലോ അതങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരൊരിക്കലും ഫേക്ക് ചെയ്തിട്ടില്ല. അത് 100% ഉറപ്പാണ്. ഞാനാണെങ്കിൽ സത്യം പറഞ്ഞാൽ 4ന് ശേഷം സീസൺ 5 കണ്ടിട്ടില്ല, 6 കണ്ടിട്ടില്ല. 5 ഞാൻ കണ്ടു ലാസ്റ്റത്തെ ഒരാഴ്ച മാത്രം. ഓക്കെ, അത് കണ്ടു. 6 ഞാൻ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ എല്ലാവരും ഇത് പൊട്ട സീസൺ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഒട്ടും കണ്ടില്ല. പക്ഷെ ലാസ്റ്റ് ഈ പറഞ്ഞ പോലെ ലാസ്റ്റ് വീക്ക്, ഫൈനൽ വീക്കായപ്പോൾ എനിക്കും ഇതുപോലെ നമ്മൾ ആ സമയമാകുമ്പോഴത്തേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും റിയാക്ഷൻ വീഡിയോസും അതും ഇതും ഒക്കെ ആയിട്ട് ഞാൻ 6 പിന്നെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ചില എപ്പിസോഡ്സ് അങ്ങനെയൊക്കെ മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം എനിക്ക് അറിയായിരുന്നു, ആൾക്കാരൊക്കെ എനിക്ക് അറിയായിരുന്നു കുറേയൊക്കെ. പക്ഷേ ഇങ്ങനെ ഇടയ്ക്ക് മാത്രം ഇങ്ങനെ കണ്ടല്ല, ലൈവ് ഒന്നും കാണാറൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരുടെയും കമൻസൊക്കെ വായിക്കുമല്ലോ വെറുപ്പിക്കൽ സീസൺ എന്നുള്ളത്, അതുകൊണ്ട്. ഓക്കെ, കഴിഞ്ഞ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് അവരുടെ ആ ഒരു ഫൈനൽ ഇതൊക്കെ വന്നപ്പോഴത്തേക്ക് പിന്നെ അവര് ഫാമിലി വരുന്ന ഇതുണ്ടായിരുന്നല്ലോ, അങ്ങനത്തെ ഒക്കെ നമ്മൾ പ്രൊമോ ഒക്കെ കണ്ടിട്ട് അങ്ങനത്തെ മാത്രമായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വാച്ച് ചെയ്തിട്ടില്ല ആ സീസൺ. പിന്നീട് അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വീക്ക് കണ്ടു. അപ്പോൾ അതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ ഞാൻ ലാസ്റ്റ് സീസണൊക്കെ കണ്ട് ശരിക്കും പറഞ്ഞാൽ ആ അർജുൻ്റെ ഒക്കെ പെർഫോമൻസ്, അവരുടെയൊക്കെ മറ്റേ അർജുനും ജാസ്മിനും തമ്മിലുള്ള അവർ കൂട്ടുകെട്ടൊക്കെ നല്ല രസമായിരുന്നില്ല. അവർ തമ്മിലുള്ള പെർഫോമൻസുകളും ഒക്കെ, ഈവൻ ശ്രീധുവിൻ്റെ ഒക്കെ കുറേ പെർഫോമൻസും ഒക്കെ നല്ല രസമായിരുന്നില്ലേ. അത് ഞാൻ സീസൺ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഹോട്ട്സ്റ്റാർ എടുത്തിട്ട് ഫസ്റ്റ് എപ്പിസോഡ് മുതൽ കണ്ടത്. അത് കാരണം ലൈവ് ഒന്നും ഞാനായിട്ട് കണ്ടിട്ടുമില്ല. എപ്പിസോഡ് ഫസ്റ്റ് മുതൽ ഞാൻ കാണാൻ തുടങ്ങിയത് അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് അതാണ് അത്ഭുതം, മണിക്കുട്ടനെ ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് എന്തുകൊണ്ട് അർജുനെ ഇഷ്ടപ്പെടാൻ പറ്റുന്നില്ല? കാരണം ഓഫ് കോഴ്സ് അവനങ്ങനെ ഭയങ്കര ഒരു ബഹളക്കാരനൊന്നും ആയിരുന്നില്ല. പക്ഷേ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ വെറും ബഹളം ഉണ്ടാക്കലല്ലോ. നല്ലൊരു ശരിക്കും പറഞ്ഞാൽ വളരെ നല്ലൊരു പക്വതയും നല്ല പാകതയൊക്കെ ഉള്ളൊരു നല്ല പയ്യൻ, ആർക്കും നല്ലൊരു നമുക്ക് ഇഷ്ടപ്പെടാൻ തോന്നുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നില്ലേ. അതേസമയം ടാസ്കുകളൊക്കെ നന്നായിട്ട് ചെയ്യുമായിരുന്നു. അവന് നല്ല ആക്ടിങ്ങിനും ഇതിനൊക്കെ കഴിവുണ്ട്. പിന്നെ എന്താണ് ഈ ആൾക്കാർ ഇങ്ങനെ പറയുന്നത് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. പറ്റെങ്കിൽ നിങ്ങൾ അതിനെപ്പറ്റി ഒരു റിയാക്ഷൻ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യില്ലെങ്കിൽ ഓക്കെ. ശ്രീതു ഓഫ് കോഴ്സ് ഓക്കെ, അവള് പിന്നെയും കുറച്ചും കൂടി അങ്ങനെ അവസാനമൊക്കെ ആയപ്പോഴാണ് പിന്നെയും കുറച്ചും കൂടി ഒരു ടാസ്ക് റിലേറ്റഡ് ഒക്കെ ചെയ്തു തുടങ്ങിയത്, കുറച്ചും കൂടി ആക്റ്റീവ് ആയത്. കാരണം അപ്പോൾ ആൾക്കാരും ഒക്കെ കുറഞ്ഞപ്പോൾ ഒത്തിരി എല്ലാവരും ഉണ്ടായിരുന്ന സമയത്ത് പിന്നെ അത്ര ആക്റ്റീവ് ഒന്നും ആയിട്ട് കണ്ടിരുന്നില്ല അവളെ. മറ്റുള്ളവരുടെ എല്ലാം ബഹളത്തിൻ്റെ ഇടയിൽ മുങ്ങിപ്പോയിട്ടുണ്ട്. ഓക്കെ, യെസ്, അതൊരു ചോദ്യമാണ്. പ്രത്യേകിച്ച് അതിലെടുത്ത് പറഞ്ഞൊരു മെൻഷൻ ചെയ്തൊരു കാര്യമുണ്ട്. അതായത് ഡിംപിൾ ബാൽ വളരെ മികച്ച കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. ആരും ആളെക്കുറിച്ച് പറയുന്നില്ല. അതെന്തുകൊണ്ടാണെന്നുള്ളത് ആൾക്കൊരു സംശയം തന്നെയാണ്. പക്ഷേ ഡിംപിൾ ബാലും മണിക്കൂട്ടനും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് അത് പുറത്തെത്തി കഴിഞ്ഞപ്പോൾ കണ്ടിട്ടില്ല. അത് ശരിക്കും ഫേക്കല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ എന്നിട്ട് മണിക്കൂട്ടൻ സൂപ്പർ. ഓക്കെ, ഇനി അതിനകത്ത് ഏത് ബിഗ് ബോസ് സീസൺ 6 ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് വളരെ മികച്ചതായിരുന്നു. ഏത് ശ്രീധു അർജുൻ, അത് ഇപ്പോഴും അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അത് ഫേക്കല്ല. ഓക്കെ, അപ്പോൾ ഫേക്കായിട്ട് ഫ്രണ്ട്ഷിപ്പും കാണിച്ച് പുറത്തെത്തിയപ്പോൾ അത് എക്സ്പോസുമായി കപ്പടിച്ച മണിക്കൂട്ടൻ സൂപ്പർ. പിന്നെ ആള് വലിയ ബഹളം ഉണ്ടാക്കുന്ന ആളൊന്നും ആയിരുന്നില്ല അർജുനും. പിന്നെ സേഫ് പ്ലേന്റെ ആള് തന്നെയായിരുന്നു മണിക്കൂട്ടനും സേഫ് പ്ലേന്റെ ആയിരുന്നു. പിന്നെ ഗെയിമിന്റെ സമയത്ത് ആള് നല്ല ആക്റ്റീവ് ആവുന്നു മാത്രമേ ഉള്ളായിരുന്നു. രണ്ടുപേരെയും ഏകദേശം ഒരേപോലെ തന്നെയാണ്.
ഗെയിമും ഒക്കെ പോയിക്കൊണ്ടിരുന്നത് ഒരേപോലെ തന്നെ. പിന്നെ അവരോടുള്ള നമുക്ക് ഇഷ്ടം തോന്നുന്നത് വെച്ചാൽ അവരുടെ ക്യാരക്ടർ നല്ല വ്യക്തിത്വം ഫീൽ ചെയ്യും. അത് മണിക്കൂട്ടനുമുള്ളതുണ്ട്, അർജുനുണ്ട്. നമ്മൾ എന്തുകൊണ്ടാണ് അത് ആദ്യം തന്നെ പറഞ്ഞത്, അതായത് അർജുൻ്റെ കുറച്ചെങ്കിലും ക്വാളിറ്റി ഫീൽ ചെയ്തിട്ടുള്ള കണ്ടസ്റ്റൻസ് രണ്ടുപേരുമാണ്. ബാക്കിയൊക്കെ എങ്ങനെ പറയാൻ നമുക്ക് അറിഞ്ഞുകൂടാ, അത്രയ്ക്കും മോശമായിട്ടായിരുന്നു കണ്ടസ്റ്റൻസിന്റെ പെരുമാറ്റവും സംസാരവും ഒക്കെ. അതിൽ നിന്ന് ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടെടുത്തോളം വെച്ചിട്ട് സീസൺ 6 ഇവര് തന്നെയായിരുന്നു. അതെ. അപ്പോൾ എന്തുകൊണ്ട് അതായത് മണിക്കൂട്ടനെ അംഗീകരിക്കുന്ന ആ ആൾക്കാർക്ക് അർജുനെ അംഗീകരിക്കാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് ഇത്ര ഹേറ്റ്? അതൊരു ചോദ്യം തന്നെയാണ്. തീർച്ചയായിട്ടും അതവിടെ കിടക്കട്ടെ, അല്ലാതെ എന്ത് ചെയ്യാ. ഓരോ ഇഷ്ടങ്ങളാണ്, ഓരോരുത്തർക്കും ഓരോരുത്തരെയാണ് ഇഷ്ടമുണ്ടാവുക. അതിനുള്ള ഉത്തരങ്ങൾ വേറെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ബിഗ് ബോസ് സീസൺ 6 ഫുള്ളായിട്ട് കണ്ടിട്ടില്ല. കണ്ടത് വെച്ചിട്ട് ഞങ്ങൾക്ക് ഇത്ര എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞു. ഞങ്ങൾ ഫുള്ള് കണ്ടിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടം വേറെ ആൾക്കാരവിടെ ആയിരിക്കാം എന്ന് ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടം വേറുള്ളവരായിട്ടുണ്ടാവാം. ഇതിപ്പോൾ അർജുനെ ഇഷ്ടപ്പെടാത്ത, അർജുൻ വിന്നറൊന്നുമല്ലല്ലോ അവിടുത്തെ, മനസ്സിലായില്ലേ? മറ്റുള്ളവരോട് ഇഷ്ടം തോന്നിയിട്ടുണ്ടാവും. വേറെ കണ്ടസ്റ്റൻസ് എത്ര പേരുണ്ട്. ഇപ്പൊ ജാസ്മിനെ ഇഷ്ടമില്ലാത്തവരുണ്ട്, ജാസ്മിനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, ജിൻഡോനെ ഇഷ്ടമില്ലാത്തവരുണ്ട്, ഇഷ്ടപ്പെടുന്നവരുണ്ട്. അത് അത്ര തന്നെ ഉള്ളൂ. അതേപോലെ തന്നെ ഉള്ളൂ ഇപ്പം നമുക്ക് അവരോട് തോന്നിയ ഇഷ്ടം. അല്ലാണ്ട് ഇപ്പൊ അത് ഇതിന് മാത്രം വലിയ സംഭവമൊന്നുമല്ലല്ലോ. പിന്നെ മാത്രമല്ല, ബിഗ് ബോസ് മെറ്റീരിയലാണ് എന്നുള്ള രീതിയിൽ പരിഗണന എല്ലാവർക്കും കൊടുക്കണം. ചിലർക്ക് മാത്രം അതൊരു ബിഗ് ബോസ് മെറ്റീരിയൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിന്നറായിട്ടുള്ള ജിൻഡോ ബിഗ് ബോസ് മെറ്റീരിയൽ ഉണ്ടോ എന്ന് ചിന്തിച്ചാൽ മതി. അല്ല, ശരിക്കും ഇതിനകത്ത് വേറെ ഇതൊന്നുമില്ല. സീസൺ 6 ആരും ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ ആയിട്ട് തോന്നിയിട്ടില്ല, ആരുമല്ല. അത് കാരണം എല്ലാവരും എന്താ പറയാ, ഒരു നല്ലൊരു ഗെയിം കൊടുത്താൽ പോലും കളിക്കാൻ പറ്റുന്ന ഒരാളും ഇല്ലായിരുന്നു. അത് ശരിയായ രീതിയിൽ കൊണ്ടുപോകാൻ ആരുമില്ല. എങ്ങനെ അത് തുടങ്ങി വെക്കുന്നത് ഫിനിഷ് ചെയ്യാന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ നല്ല രീതിയിൽ, അതിന് കഴിയാത്തവരായിരുന്നു. എന്തിന് അത് ബിഗ് ബോസ് കൊടുക്കുന്ന ഗെയിം ഏത് രീതിയിലാണ് അത് കളിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുത്താൽ പോലും ഇത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയായിരുന്നു. അപ്പൊ അങ്ങനത്തെ കണ്ടസ്റ്റൻസ് എങ്ങനെ ബിഗ് ബോസിന് മെറ്റീരിയൽ ആവും? അതിനുള്ള ഒട്ടും യോഗ്യത ഇല്ലാത്ത ആൾക്കാരായിരുന്നു സീസൺ 6 ഉണ്ടായിരുന്നത്. എന്താണെങ്കിലും ഇനിയും ചർച്ചകൾ ഇങ്ങനെ പുരോഗമിക്കട്ടെ. ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ വോയിസ് ആയിട്ട് അയക്കാട്ടോ, നിങ്ങൾക്ക് സജഷൻസ്. അതെ, നമ്മുടെ വീഡിയോന്റെ താഴെ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് ഞങ്ങളുടേത് പിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, ചോദ്യങ്ങൾ വരട്ടെ. ഓക്കെ, ആയിട്ട് വന്നാൽ നല്ലത്. അതാകുമ്പോൾ നമുക്ക് ഇങ്ങനെ എടുത്ത് വെച്ച് റിയാക്ഷൻ ചെയ്യാം. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോവാണ്, മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് കാണാം. ബൈ.